കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കൊല്ലം കുളത്തൂപ്പുഴ ചോഴിയക്കോട് ജംഗ്ഷനിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ കവർച്ച പരമ്പര നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കവർച്ച നടന്നിരിക്കുന്നത്. ചോഴിയക്കോട് SNDP ശാഖാ മന്ദിരം, മലങ്കര കത്തോലിക്ക പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന വിൽപ്പാലം ശിവക്ഷേത്രത്തിലേതുൾപ്പെടെ കാണിക്ക വഞ്ചികളും ഒരു പച്ചക്കറി കടയിലുമാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഗുരുമന്ദിരത്തിന്റെ കതകും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. കൊല്ലത്തു നിന്നും വിരളയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉടൻ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ ഇടങ്ങളിൽ കവർച്ച നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഷെഫീഖ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും ഷെഫീഖ് ചോഴിയക്കോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ചോഴിയക്കോട് മേഖലയിൽ വ്യാപകമായ മോഷണമാണ് നടന്നിരിക്കുന്നത്. 4-5 സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ ചർച്ചിൽ, അതുപോലെ തന്നെ ഗുരുമന്ദിരത്തിൽ, മിൽപ്പാലം, അമ്പലത്തിൻ്റെ കാണിക്കവഞ്ചി, ഒരു മലക്കറിക്കട, ഇങ്ങനെ വ്യാപകമായ മോഷണം നടന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് പ്രതികളെ കണ്ടെത്തണം. അതുപോലെ തന്നെ നൈറ്റ് പെട്രോളിംഗ് കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയാലേ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം വലിയ ഭീതിയിലാണ്. ഈ മോഷണ ശ്രമങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ആവശ്യപ്പെടുകയാണ്. ചോഴിയക്കോട് SNDP ശാഖയുടെ ഗുരുമന്ദിരത്തിൽ ഇന്നലെ രാത്രി കള്ളം കയറി, പിന്നെ കാണിക്ക വഞ്ചിയും ഗുരുമന്ദിരത്തിൻ്റെ ഹാളും പൂട്ടടിച്ച് പൊളിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ഇതുവരെയും കുറ്റവാളികളൊക്കെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. രാത്രി ഇവിടെ ആൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നു, ആരാണെന്ന് വ്യക്തമായിട്ടില്ല. നാട്ടുകാരും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കുളത്തൂപ്പുഴ SHO B അനീഷിന്റെ നിർദ്ദേശപ്രകാരം SI അടക്കമുള്ള പോലീസുകാർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ച് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.